ഇടുക്കി കാഞ്ചിയാർ വില്ലേജിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പാറമടയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് 4000-ലധികം ലോഡ് പാറയാണ്. ക്വാറി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ ജിയോളജി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും റവന്യൂ വകുപ്പ് നൽകിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിൻ്റെ മരുമകൻ്റെ സഹായി അനീഷാണ് കുളം നിർമ്മാണത്തിൻ്റെ മറവിൽ ലോഡ് കണക്കിന് കരിങ്കല്ല് പൊട്ടിച്ച് കടത്തിയത്. 24 എക്സ്ക്ലൂസീവ്. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്ത് നിന്നും 2 കിലോമീറ്റർ അകലെ പടുക എന്ന സ്ഥലത്താണ് അനധികൃത പാറമട പ്രവർത്തിച്ചിരുന്നത്. 2024 ഒക്ടോബറിൽ ജിയോളജി വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ പാറമടയിൽ നിന്ന് ഇന്നലെയും ലോഡ് കണക്കിന് കരിങ്കല്ല് പൊട്ടിച്ചു കടത്തി. കുമളി സ്വദേശി ഷൈൻ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് അനധികൃത പാറ ഖനനം. എന്നാൽ ഖനനം നടന്നതിൽ കുത്തകപ്പാട്ട സ്ഥലമോ റവന്യൂ ഭൂമിയോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സർവേ നടത്തണമെന്ന് ജില്ലാ ജിയോളജിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടും റവന്യൂ വകുപ്പ് നടപടിയെടുത്തില്ല. കുളത്തിന്റെ മറവിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു പാറമടയാണിത്. 12,500 മെട്രിക് ടൺ പാറ ഇവിടെ നിന്ന് അനധികൃതമായി പൊട്ടിച്ചു കടത്തി. എന്നിട്ടും ഇത് പ്രവർത്തിപ്പിച്ചവർക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്നത് അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടയ്ക്ക് ഉദ്യോഗസ്ഥ ഒത്താശ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന്റെ പിന്നാലെ സ്ഥലമുടമ ഹൈക്കോടതിയെ സമീപിച്ചതാണ് അനധികൃത ഖനനം തുടരാൻ വഴിയൊരുക്കിയത്. കുളം നിർമ്മാണത്തിന് പാറ പൊട്ടിച്ചാലും കരിങ്കല്ല് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് നിബന്ധനയുണ്ട്. ഇത് ലംഘിച്ചത് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മരുമകൻ സജിത്തിന്റെ സഹായി അനീഷിന്റെ നേതൃത്വത്തിലാണെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. 24 വാർത്താ സംഘത്തിന് എത്താൻ കഴിഞ്ഞ ഒരു പാറമട മാത്രമാണിത്. ഇതിനും 10 മടങ്ങ് തീവ്രതയിലാണ് അനധികൃതമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.